മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നായിരുന്നു വി.ഡി. സതീശൻ മുമ്പ് പറഞ്ഞത്. അതിപ്പോഴും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കടുത്ത നിയന്ത്രണം എന്നാണ് LDF ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. 3 ആഴ്ചയാകുമ്പോഴേക്ക് അവർക്ക് വെള്ളി മനസ്സിലായി ശക്തിയായ നിയന്ത്രണം ഇപ്പോഴും തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പോകുന്നതല്ല നില എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പാർട്ടി നേതാക്കൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം ശക്തിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളൊരു വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട് ED റെയ്ഡ് ചെയ്യുന്ന സ്ഥിതിയിലേക്കും, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് കേസിൽ ഏത് കേസിലും പ്രതികളുണ്ടാവും, പക്ഷെ ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കുക. കരുവന്നൂർ ബാങ്കിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് ആ ബാങ്കിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രതിയായി 68ാം പ്രതിയായിട്ട് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി, അങ്ങനെയാണ് പ്രതി. ആരാണോ ജില്ലാ സെക്രട്ടറി ആ ജില്ലാ സെക്രട്ടറി പ്രതി എന്ന രീതിയിൽ ഇപ്പോഴും ED കൃത്യമായിട്ട് അവരെ കൂടി വിളിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഈ തെറ്റായ നയങ്ങളെ തുറന്നു കാട്ടി ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തേണ്ടി വരും. രാഷ്ട്രീയമായ കാര്യങ്ങളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നിയമപരവും രാഷ്ട്രീയവുമായ നിലപാട് കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള EDയുടെ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്തേണ്ടി വരും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള ഈ റിവ്യൂ റിപ്പോർട്ട് താഴെ വരുന്ന ഇന്നു മുതൽ റിപ്പോർട്ട് ആരംഭിക്കുകയാണ്. ഘടകങ്ങളിൽ എല്ലാ ഘടകങ്ങളിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ ചർച്ചകൾക്കെല്ലാം ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ചിലുമൊക്കെ ഈ റിവ്യൂ കൂടി ഫലപ്രദമായിട്ട് പാർട്ടി മെമ്പർഷിപ്പിലുടനീളം റിപ്പോർട്ട് ചെയ്ത് എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്ത് നേരത്തെ ചർച്ച ചെയ്തതിലുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണം എന്നിപ്പോഴും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മറുപടി പറഞ്ഞിരുന്നില്ല, ചർച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ചർച്ചയ്ക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് റിവ്യൂ റിപ്പോർട്ട് ചർച്ച ചെയ്ത് എല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനേറ്റ ഈ കനത്ത തിരിച്ചടി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ സംഘടനാപരമായി, രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി കേരളത്തിലെ ജനങ്ങളെ അതിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ സംഘടനയെ മാറ്റി മുമ്പോട്ടേക്ക് നയിക്കാനാവുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടേക്ക് വേണ്ട ആശയങ്ങളും പ്രവർത്തന പദ്ധതികളും എന്തായിരിക്കണമെന്നത് സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളായ അഭിപ്രായങ്ങളാണ് ഇതിനകം ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനമാണ് ഞാൻ പോർട്ടലായാലും അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ആയാലും അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാട്സപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാട്ടിലും വിദേശത്തുമുള്ള CPM അനുഭാവമുള്ളവർ മാത്രമല്ല, അല്ലാത്തവരുമായ മുഴുവൻ മലയാളികളും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അതെല്ലാം ഞങ്ങൾ പരിഗണിക്കും. യുവാക്കൾ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ യുവതികൾ, ട്രാൻസ്ജെൻഡർമാർ, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന വിവിധ തലങ്ങളിലുള്ള തൊഴിലാളി ജനവിഭാഗങ്ങൾ, അവരുടെ എല്ലാം അഭിപ്രായം, അവരുടെ എല്ലാം ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രാപ്തി എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തി നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വെച്ചുകൊണ്ടുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പത്രപ്രവർത്തകരെ കൂടി പറഞ്ഞതുപോലെ അവരെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം വിലമതിക്കുന്ന അഭിപ്രായങ്ങളായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ പുതുവഴികൾ എന്ന പേരിൽ ഒരു ഇമെയിൽ, വാട്സപ്പ്, വെബ്സൈറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് എന്നിവ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ 7999477168 എന്ന വാട്സപ്പ് നമ്പറും പുതുവഴികൾ@gmail.com എന്ന
മെയിൽ ഐ ഡിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. 7999 4777 168 7 ഒന്നാമത്തെ 7 അല്ലേ? 999 എടുത്താൽ മതി. 3 999 4777 168 32 1 2 3 10 7 ഒഴിവാക്കുക. ആദ്യത്തെ 7 999 അത് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അത് കൊടുക്കാം എത്രയാ? അത് പുതുവഴികൾ @gmail.com എന്നുള്ളതാണ് മെയിൽ ഐ ഡി. ഈ നമ്പറും അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ളത് നമുക്ക് കൊടുക്കാം, പത്രത്തിൽ കൊടുക്കാം, കുറിപ്പായിട്ട് കൊടുക്കാം. എന്നാൽ കൃത്യമായിട്ട് തന്നെ അത് കൊടുക്കാൻ കഴിയും.